ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചെറുപയർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പോൾ ചെറുപയർ ഉണ്ടാവും. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിലൊക്കെ ഇപ്പോൾ ചെറുപയർ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ചെറുപയറും അരിപ്പൊടിയൊക്കെ ചേർത്താണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ കുതിർത്ത് വെച്ചതായതുകൊണ്ട് തന്നെ വെറും 2 വിസിൽ അടിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വേവായി കിട്ടും. നിങ്ങൾ കുതിർത്ത് വെക്കാത്ത ചെറുപയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോരുത് കേട്ടോ, കാരണം ഇതൊരു മധുര പലഹാരമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിവിടെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ആവുന്ന രീതിയിൽ ഇത് വേവിച്ചെടുക്കണം. എന്നാൽ ഒരുപാട് അങ്ങോട്ട് അലിഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതിവിടെ നല്ല ചൂടുണ്ട്. നമുക്കിത് ചൂട് മാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നമ്മൾ പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 2 ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിവിടെ ഒരു പഞ്ചസാരയും ഏലക്കായും നല്ലപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറുപയറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അതേ അളവിൽ 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചെറുപയർ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ നല്ല ടൈറ്റായിട്ടാണ് ഈ മാവ് വേണ്ടത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറായിരിക്കും. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ലൊരു നാടൻ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് 2 വശവും ബ്രൗൺ നിറം ആവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറുപയർ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ്. അതുകൊണ്ട് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന സമയം മാത്രം മതി. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മധുര പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നെയ്യപ്പം, ഉണ്ണിയപ്പം, സുഖിയൻ അതുപോലത്തെ സ്നാക്സൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്